Hey you all, welcome to my channel. So today's video is all about some tips so that let's say goodbye to 2024 with a warm hug and welcome 2025 with all our heart. പണ്ടെപ്പോഴും ഇങ്ങനെ ഞാൻ ഒരു മീം കാണുമായിരുന്നു. ജനുവരി 1 നന്നാവാൻ ആൾക്കാർ കൂടുതൽ കാരണം കൊണ്ട് അടുത്ത ദിവസം മുതൽ ഞാൻ നന്നാവാമെന്ന് വിചാരിച്ചു എന്ന്. ശരിയാണ്, എല്ലാവരും ജനുവരി 1 ആകുമ്പോൾ ഇങ്ങനെ ഓരോ റെസൊല്യൂഷൻസൊക്കെ എടുക്കും. പിന്നെ അത് പലപ്പോഴും ലൈഫിൽ ഫോളോ ചെയ്യണമെന്ന് വരില്ല. അത് ഒരു ദിവസത്തോടെ കഴിയും. അങ്ങനെയാണ് പതിവ്. ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകി തീരുമാനം എടുക്കുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ തീരുമാനം എടുത്താലോ എന്ന്. പിന്നെ ഒരു ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ തന്നെ പെട്ടെന്ന് എനിക്ക് നാളെ ആ ഹാബിറ്റ് എൻ്റെ ലൈഫിൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യും, പിന്നെ അടുത്ത ദിവസം മുതൽ അത് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ഡിസംബർ 1 മുതൽ നമുക്കൊന്ന് നന്നാവാമെന്ന്. എന്തായാലും ഈ വർഷം എങ്ങനത്തെ ഒരു വർഷമാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് അത് എൻഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് അടുത്ത വർഷം എന്തൊക്കെയാണോ വേണ്ട, എന്തൊക്കെ ഹാബിറ്റ്സാണോ നമുക്ക് വേണ്ട, ആ കാര്യങ്ങളൊക്കെ ഒരു 30 day ചാലഞ്ച് പോലെ ചെയ്യാം. അപ്പോൾ ന്യൂ ഇയർ ആകുമ്പോഴേക്കും നമ്മൾ സെറ്റാകും. അപ്പോൾ ഞാൻ ഈ ബുക്ക് പുതുതായി വാങ്ങിച്ചിരുന്നു, ആറ്റമിക് ഹാബിറ്റ്സ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ ആഡ് ആക്കണമെന്ന് തോന്നി. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് സ്മോൾ ഹാബിറ്റ്സ് മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ ദിവസം 5 മണിക്ക് എണീക്കണമെന്ന് നമ്മളൊരു ടാർഗറ്റ് വയ്ക്കുകയാണ്. പക്ഷെ നമ്മൾ ദിവസം 8 മണിക്ക് എണീക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് എണീക്കുന്ന ആൾക്ക് ഒരു 5 മണിക്ക് എണീക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. സോ നമ്മൾ ഫസ്റ്റ് ഡേ 5 മണിക്ക് എണീക്കുകയായിരിക്കും. പക്ഷെ പിന്നെ നമ്മുടെ മോട്ടിവേഷൻ അവിടെ ലാക്കാവും. സോ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരിക. 8 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ഒരു 7:30 ആക്കുക. അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരിക. കാരണം നമ്മൾ ലൈഫിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് മെല്ലെ ഒരു ഹാബിറ്റായി നമ്മുടെ മാറും. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്നു, ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുക അല്ല, കാരണം നമ്മളത് ലൈഫിൽ ചെയ്ത് അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറി. അതേപോലെ തന്നെയാണ് ലൈഫിൽ നമ്മൾ ഡെയിലി റിപ്പീറ്റഡായിട്ടും എന്ത് ചെയ്യുന്നു അത് നമ്മളെ ഹാബിറ്റായി മാറും. അതിപ്പോൾ നല്ല ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതേപോലെ നമ്മൾ രാവിലെ എണീക്കുന്നു, ഇൻസ്റ്റഗ്രാമിലോ വാട്സാപ്പിലോ എന്തിനേലും സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ നേരെ ബ്രഷ് ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുന്നു. അപ്പോൾ നമ്മുടെ ലൈഫും അത് ഡെയിലി ഒരു റൂട്ടീനാണ്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ വേറെ ഒരു കാര്യം ചെയ്യുന്നു, അത് ഡെയിലി കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൈഫിലൊരു റൂട്ടീനാവും. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് അല്ലെങ്കിൽ ദിവസം ഇപ്പോൾ നമ്മൾ വെറുതെ ഫോൺ നോക്കി വെറുതെ കിടന്ന് വെറുതെ ടൈം അങ്ങനെ കളയുമ്പോൾ അതും നമ്മുടെ ലൈഫിൽ ഒരു റൂട്ടീനായി മാറും. ദിവസം അതേപോലെയായി മാറും നമ്മുടെ ലൈഫ്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ ഒരു ചെറിയ ഡിഫറൻസ് കൊണ്ടുവരിക. ചെറിയ ഡിഫറൻസ് കൊണ്ടുവന്ന് അത് മെല്ലെ ഒരു ഹാബിറ്റ് ആക്കാൻ നോക്കുക. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് ഈ ഡിസംബർ 31 ദിവസം നമുക്ക് അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ടിപ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫൈ യുവർ ഹാബിറ്റ്സ് ആൻഡ് ഡ്രീംസ്. ഇപ്പോൾ നമുക്കൊരു റൂട്ടീൻ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡ്രീം വേണം. അപ്പോൾ നമ്മൾ അതൊന്ന് സ്പെസിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ രാവിലെ എണീക്കണം, നാളെ വർക്കൗട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷേ നമ്മൾ എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നും നമുക്കില്ല. അപ്പോൾ കാരണം ആദ്യമായിട്ടൊരു കാര്യം നമ്മുടെ ലൈഫിലോട്ട് ചെയ്യാൻ പോകുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിൽ വേണം, ഞാൻ നാളെ മനസ്സിൽ വേണമെങ്കിൽ എഴുതി വയ്ക്കുക. ഏറ്റവും നല്ലൊരു വഴി നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ പൊതുവെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു. അപ്പോൾ അതിന് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ പഠിക്കാനിരിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് അതിന് മുന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ നമുക്ക് ആദ്യം വേണം. അതിന് ശേഷം നമുക്ക് പഠിക്കാനിരിക്കാം. അപ്പോൾ ഞാൻ ഒരു 7 മണിയാകുമ്പോൾ വർക്കൗട്ട് ചെയ്യും, അതിന് ശേഷം നമ്മൾ പഠിക്കുക. അങ്ങനെ ഒരു കറക്റ്റ് ഒരു ഗോൾ, ഏത് ടൈമിലാണ് എപ്പോൾ എവിടെ നിന്ന് ചെയ്യണം എന്നൊരു ഗോൾ നമുക്കുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം. സോ വെൻ ടു ഡു, വെർ ടു ഡു, ഹൗ ടു ഡു എന്ന കാര്യം നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്യാം. നെക്സ്റ്റ്, മോട്ടിവേഷൻ ഇസ് ഓവർ റേറ്റഡ്, എൻവയോൺമെൻറ്റ് ഓഫൻ മാറ്റേഴ്സ് മോർ എന്നാണ് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, നമ്മൾ അറിയാതെയോ അറിഞ്ഞിട്ടോ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു ചേർച്ചിൽ, ടെമ്പിളിൽ, മോസ്കിലൊക്കെ ആയിരിക്കില്ല നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ വേറൊരു ഫാമിലി ഫംഗ്ഷനോ എന്തിനേലും പോയാൽ ബിഹേവ് ചെയ്യുക. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക്
ഓരോ പെർട്ടിക്കുലർ മാനേഴ്സ് കീപ്പപ്പ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. സോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഹാബിറ്റ്, ഇപ്പോൾ നിങ്ങളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എൻവയോൺമെൻറ്റിൽ ഒരിക്കലും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അങ്ങനൊന്നും വെക്കരുത്. സോ അതൊക്കെ നമ്മുടെ ആ ഒരു ഹെൽത്തി ഡയറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് അതേപോലെ പഠിക്കാനിരിക്കുന്ന ടൈമിലാണെങ്കിലും അവിടെ നിങ്ങൾ മാക്സിമം ഈ ഫോണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എന്താണോ ഡിസ്ട്രാക്ഷൻ തരുന്നത് അത് അവിടെ ഇല്ലാതിരിക്കണം. കാരണം ഒരു ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചിന്ത വേറെ എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ റൂമൊക്കെ ഒന്ന് എൻ്റെ സാധനങ്ങളുടെയൊക്കെ പൊസിഷൻ മാറ്റി എനിക്ക് കുറച്ചുകൂടെ ഫ്രഷ് എയർ വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിൻഡോ സൈഡ് ടേബിൾ വെച്ചു. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം അതിനനുസരിച്ച് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഞാൻ ജേർണൽ ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാനിഫെസ്റ്റേഷൻ 30 ഡേ ചാലഞ്ച് പോലെ. അത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്താണ്. ഒരു 30 ഡേയ്സ് ഓരോ ടോപ്പിക് എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതുക. സോ നമുക്ക് 30 ഡേയ്സ് എങ്ങനെ ആയിരിക്കണമെന്നും നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നമുക്കൊരു അച്ചീവ് ചെയ്യേണ്ട ആഗ്രഹങ്ങളെന്നും നമുക്ക് തന്നെ നല്ലോണം അറിയാൻ പറ്റും. കാരണം നമ്മൾ ഓരോ തവണ രാവിലെ എണീച്ച് അതിനെക്കുറിച്ചൊന്ന് തിങ്ക് ചെയ്ത് എഴുതാറുണ്ട്. സോ നമുക്ക് എന്താണോ നമ്മുടെ ലൈഫിൽ വേണ്ടതെന്ന് നമുക്കൊരിത് കിട്ടും. പിന്നെ മാക്സിമം നമ്മൾ റിലാക്സ് ആവുന്നത് എന്തൊക്കെയാണോ. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കൽ ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ പാട്ട് കേൾക്കും. അതേപോലെ നിങ്ങൾക്ക് എന്താണോ, ഇപ്പോൾ പാട്ടാവാം, ഇല്ലെങ്കിൽ വായിക്കുന്നതാവാം, ഇല്ലെങ്കിൽ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നതാവാം. സോ നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവുക. അങ്ങനെ മെല്ലെ മെല്ലെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് കൊണ്ടുവന്ന് നമുക്ക് ന്യൂ ഇയർ ആകുമ്പോഴേക്കും നമ്മുടെ ഒരു ഡ്രീം പേഴ്സണാലിറ്റി, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഡ്രീം എന്താണോ നമ്മുടെ ഒരു ആഗ്രഹം അത് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഇംപ്രൂവ് അവർ ഹാബിറ്റ്സ് ആൻഡ് ലെറ്റ്സ് ഇംപ്രൂവ് അവർ ലൈഫ് ഡേ ബൈ ഡേ. സോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.